ഈ മോഡൽ റോഡ് എന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻ്റെ ഒരു വീഡിയോയിൽ മോഡൽ റോഡിനെ പറ്റി പറഞ്ഞു, മരങ്ങൾ വലുതായിട്ട് കണ്ടില്ല. മരങ്ങൾ ആ റോഡിൽ ഉണ്ടാക്കുന്ന മോഡൽ റോഡിലെല്ലാം രണ്ട് ഭാഗത്തും മരം വെക്കുന്നുണ്ട്. ഒരു എത്ര മരങ്ങൾ വെച്ചിട്ടുണ്ട്? റഫ്ലി 1 കിലോമീറ്റർ. ഈ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രധാന റോഡ് അരിയടത്തുപാലം മെരഞ്ഞിപ്പാലം മിനി ബൈപ്പാസ് റോഡിന്റെ മോഡൽ റോഡാണ്. അതിന്റെ ഇരുഭാഗങ്ങളിലും എനിക്ക് തോന്നുന്നു ഓരോ ഭാഗത്തും ഒരു 100-200ഓളം മരങ്ങൾ രണ്ട് ഭാഗത്തും. ചെറിയ തൈകളാണോ? തൈകൾ തൈ വെച്ചിട്ട് അതിന് ചുറ്റും ഫെൻസിങ് കൊടുത്തിട്ട് വെള്ളം നനച്ച് വളർത്തിയെടുക്കുക. അതിനേക്കാളും ഒരു 6 അടി 7 അടി പൊക്കമുള്ള മരങ്ങൾ വെക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്? കാരണം ഈ ചുറ്റും വെക്കുന്ന ഫെൻസിങ്ങിന്റെ വില വരൂല 6 അടി പൊക്കമുള്ള ഒരു മരം വാങ്ങി വെക്കാൻ. ഫെൻസിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം കാശ് ചെലവാക്കുന്നില്ല, ഏതെങ്കിലും ഏജൻസികളെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്. അല്ല, ആര് ചെയ്താലും അവരാ മരം സ്പോൺസർ ചെയ്താൽ മതിയില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അത് മാത്രമല്ല, ഒരു 6-7 അടി പൊക്കമുള്ള മരം കൊണ്ടുവന്ന് നടയാണെങ്കിൽ അതിന്റെ സർവൈവൽ ചാൻസസ് മച്ച് ഹയർ ദൻ ദി. എന്താന്ന് പറഞ്ഞാൽ മഴക്കാലത്തും കാറ്റത്തും, മഴക്കാലത്താണ് പ്രത്യേകമായിട്ട് മരം വെക്കുന്നത്. കാറ്റത്ത് ഈ 6 അടി 7 അടിയൊക്കെ പൊക്കമുള്ള മരമാണ് തൈകളാണെങ്കിൽ പെട്ടെന്ന് അത് ഒടിഞ്ഞു വീഴും. അത് എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു ഇഷ്യൂ വരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ പ്രോബ്ലം ആവാം. ഈ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം സിവിൽ കൺസ്ട്രക്ഷൻ, ഈ സ്റ്റീൽ കേജ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യം. കാരണം അതിൻ്റെ അകത്താണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം, ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ടെക്നോ പാർക്കിൽ ഞങ്ങൾ 20 വർഷം മുൻപ് ഞങ്ങൾ വെച്ച് 6-7 അടി പൊക്കമുള്ള മരങ്ങൾ വെച്ചാണ്. അതെല്ലാം ഇന്ന് വലിയ വൃക്ഷങ്ങളായിട്ട് വന്നിട്ടുണ്ട്. മറ്റെല്ലാ രാജ്യങ്ങളിലും ഈ മരം ചരിഞ്ഞു പോകുന്നതെന്ന് പറയുന്നതിന് ഈ കേജിൻ്റെ ഒരു 4/1 പൈസ വരൂല. ഒരു 4 കഷ്ണം മുള ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ മരം ഒരു കാലത്തും താഴോട്ട് പോകില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു താല്പര്യങ്ങൾ, അത് പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സെറ്റപ്പ് ക്ലിയറായിട്ട് എഞ്ചിനീയറിംഗ് ആർക്ക് ഡയറക്ഷൻ കൊടുക്കുക, കേജ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു വലിയൊരു മാറ്റമായിട്ട് വരും എന്നുള്ളൊരു നിർദ്ദേശമാണുള്ളത്. മറ്റൊരു കാര്യം, നമ്മൾ ഈ ചേരികളുടെ അതെനിക്ക് തോന്നുന്നു നമ്മുടെ കോർപ്പറേഷൻ വീഡിയോ അല്ല, മറ്റേ കോർപ്പറേഷൻ വീഡിയോയിൽ തന്നെ ചേരികളുടെ കാണിച്ചപ്പോഴത്തേക്ക് ചിലത് വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ കണ്ടിട്ട് ചില ബോംബെയിലുള്ള ചില ചേരികളെക്കാളും മോശമായിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് റീഹാബിലിറ്റേഷൻ്റെ കാണിച്ചതിൽ കുറെ കൂടെ നല്ല ഒരു ഇതായിട്ട് വരുന്നു. പക്ഷെ ആ ലെവലിലുള്ള ചേരികൾ ഇന്നും കോഴിക്കോടുണ്ടോ? ആ ലെവലിലൊരു ചേരിയാണ് ഇപ്പം ഞങ്ങൾ മാറ്റുന്നത്. അവർ ആ ചേരിയാണ് കാണിച്ചത്, കള്ളിത്താൻകടവിലെ ചേരി എന്ന് പറഞ്ഞ ആ ചേരിയാണ്. ആ ചേരിയാണ് ഞങ്ങളിപ്പം ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 139 അവിടെ 93 ആളുകളെ താമസിക്കുന്നുള്ളൂ. അവിടെയുള്ള 93 ആളുകളും അപ്പുറത്ത് കുറച്ച് കോർപ്പറേഷൻ കോളനിയിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കൂടി താമസിക്കാൻ പറ്റാവുന്ന 139 ഫ്ലാറ്റുകൾ ഉണ്ടാക്കുകയാണ്. പണി തുടങ്ങി. അവിടെ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ SC വിഭാഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തുക നമ്മുടെ ഈ SC കോമ്പണന്റ് അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഉദ്ദേശിക്കുന്നത് IHSDP പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ചെയ്യാനാണ്. മറ്റൊരു കാര്യം, 90-ൽ ഞാൻ തിരുവനന്തപുരം ടെക്നോ പാർക്കുമായിട്ട് ഇൻവോൾവ് ആയെന്ന് ചോദിക്കും. 90-ൽ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് ആരംഭിക്കുന്ന കാലത്ത് കേരളത്തിൽ 3 ടെക്നോളജി പാർക്കുകളെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത്, കൊച്ചിയിലും കോഴിക്കോടും. കൊച്ചിയിലത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷം കഴിഞ്ഞു. കോഴിക്കോട് ഇതുവരെ ആ എനിക്കറിയാം ഇപ്പോൾ ഒരു പ്രോജക്റ്റ്, പക്ഷേ ഇത്രയും കാലം അത് മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം എന്തുവാ? കോഴിക്കോട് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞൊരു 4 വർഷമായിട്ട് തന്നെ ഇത് പറയുന്നുണ്ട്. ഇനി ഇപ്പോൾ തുടങ്ങും, ഉടനെ തുടങ്ങും എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും താമസം വന്നത്? ടെക്നോ പാർക്കിന് വേണ്ടി സ്ഥലം പോലും എടുത്തിട്ടില്ല. കോഴിക്കോട്ട് സ്ഥലം പോലും എടുക്കാൻ ആവശ്യം അവിടെ ആയിട്ടില്ല. അങ്ങനെ ഒരു വാസ്തവത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടി മുൻകൈ വരേണ്ടതാണ് ടെക്നോ പാർക്ക്. പക്ഷെ അതിൻ്റെ ഒരു സ്ഥലമെടുപ്പ് പോലും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സൊസൈറ്റി ഒരെണ്ണം ചെയ്യുന്നുണ്ട്, സൈബർ പാർക്ക് എന്ന് പറഞ്ഞ സൊസൈറ്റി. അടുത്ത് തന്നെ മറ്റൊന്നും കൂടി വരുന്നുണ്ട് സർക്കാരിൻ്റെ. അതിൻ്റെ സ്ഥലമെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തീകരിച്ചിട്ടില്ല. 20 ഏക്കർ, അത് മൊത്തം 38 ഏക്കർ ഭൂമി വേണം. അതിന് 20 ഏക്കർ ഭൂമി എടുത്തു കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി എടുക്കാനുള്ള. അങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നതിന് കോർപ്പറേഷന് തന്നെ ഒരു അപ്ലിഫ്റ്റ്മെന്റും, കോർപ്പറേഷന് വലിയ വരുമാനമായിട്ട് മാറും. കാരണം പ്രൊഫഷണൽ ടാക്സ്, അവിടുത്തെ ബിൽഡിംഗ് ടാക്സുകൾ, ഇതൊക്കെ തന്നെ വലിയൊരു വരുമാനമായിട്ട് മാറുന്നൊരു ഏരിയയാണ്. അപ്പോൾ അതിൽ അങ്ങനെ കോർപ്പറേഷൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് കോർപ്പറേഷൻ കൂടി സഹകരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഈ ഭൂമി എടുക്കലും അതുപോലെ നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ, ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്.
വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞെളിയൻ പറമ്പ് അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. നാട്ടുകാർ തന്നെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കുകയായിരുന്നു. പക്ഷേ അന്ന് കണ്ടതിൽ നിന്നും വളരെ വളരെ ആ സ്ഥലം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കാണുന്നതിൽ സമാധാനമുണ്ട്. അന്ന് വളരെ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. കുറേയധികം മണ്ണിട്ട് നികത്തി ചെടികൾ വയ്ക്കാനോ പുല്ല് വയ്ക്കാനോ ഒക്കെയുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ പ്രതിദിനം വരുന്ന മാലിന്യം എന്ത് ചെയ്യുകയാണിപ്പോൾ? പ്രതിദിനം വരുന്ന മാലിന്യങ്ങൾ ഞങ്ങൾ സംസ്കരിക്കുന്നുണ്ട്. പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതപ്പോൾ ഈ 50 ടൺ നിങ്ങൾക്ക് 50 ടൺ ചില ദിവസങ്ങളിൽ 50 ടൺ ആവുന്നില്ല. ഞങ്ങളിത് കഴിഞ്ഞ ആഴ്ച എൻ്റെ കമ്മിറ്റിയിലും കൂടി റിവ്യൂ നടത്തി. ഡൽഹിയിലുള്ള അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് 50 ടൺ. അതുപോലെ തന്നെ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു കൂടി പൂർണ്ണമായിട്ട് വേഗം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ പ്ലാന്റിൽ നിന്ന് കരാറൊഴിഞ്ഞ് പോകണം എന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്ല, ബാക്കി കൂടെ മണ്ണിട്ട് മുഴുവനും മൂടി അതിനാ ചണ്ടി ഈ മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടുന്നില്ല. മാലിന്യങ്ങളിൽ നിന്നുണ്ടാകുന്ന റിജക്ഷൻസ് ഈ പ്ലാന്റിൽ നിന്ന് വളമായി പോയതിനു ശേഷം റിജക്ഷൻസ് ആയി പുറത്തേക്ക് വരുന്ന സാധനങ്ങൾ മാത്രമാണ് മണ്ണിട്ട് മൂടുന്നത്. അല്ല, പഴയ ബാക്കി ഇരിപ്പുകളെ പറ്റി ഞാൻ ചോദിക്കുകയാണ്. കുന്നുപോലെ കിടന്നല്ലോ കുറെ അധികം. മണ്ണിട്ട് മൂടി അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് വിരിച്ചു, അതിന്റെ മുകളിൽ മണ്ണിട്ടു. നിലവിലുള്ള റിജക്ഷൻ മുഴുവൻ എടുത്ത് ഇപ്പൊ കൂട്ടി അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു. മനസ്സിലായി. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇനി ഒഴുകൂല. ഈ റിജക്ഷൻ അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ തന്നെ അവിടെ നമ്മൾ ലാൻഡ് ഫില്ലിംഗ് നടത്തി. അതിന്റെ മുകളിൽ വളരെ തിക്നെസ് ഉള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഒരുപോലെ വിരിച്ചു. അതിന്റെ മുകളിൽ വീണ്ടും മണ്ണിട്ടു. ഇത് ശാസ്ത്രീയമായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പൂർണ്ണമായ നിർദ്ദേശം അനുസരിച്ച് അടിയിൽ വലിയ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചതിന് ശേഷം ആ പ്ലാസ്റ്റിക് ഷീറ്റിന് മേലോട്ടിട്ട് ഈ ചണ്ടി മുഴുവൻ അതുകൊണ്ട് കവർ ചെയ്യാണ്. അങ്ങനെ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞോ? 1770 മീറ്റർ ഡ്രെയിനേജ് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ 70 മീറ്റർ കൂടി ഇപ്പൊ പൂർത്തീകരിക്കാനുണ്ട്. ഈ ആഴ്ച 15-ാം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കും എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ മഴക്കാലത്തിന് മുമ്പ് ഡ്രെയിനേജിന്റെ പണി പൂർത്തീകരിക്കും. അന്നത്തെ ദുർഗന്ധം ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. പക്ഷെ സാധാരണഗതിയിൽ ഇത് ടാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സ്മെല്ലുണ്ട്. മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം ടാൻ ചെയ്യണം. ആ ടാൻ ചെയ്യുമ്പോൾ ഇനോക്കുലം തളിച്ചു കഴിഞ്ഞാലും ആ സ്മെല്ല് കുറച്ചുണ്ടാവും. അത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല. പിന്നെ എത്ര കുളങ്ങളുണ്ട് അവിടെ ആകപ്പാടെ? എത്ര കുളങ്ങളിപ്പം നമ്മൾ നവീകരിച്ച 4-ാണ്. അതല്ല, ആകപ്പാടെ എത്ര കുളങ്ങളുണ്ട്? ഒരുപാട് കുളങ്ങളുള്ള സ്ഥലം. കുളങ്ങളിൽ നിന്ന് നമുക്ക് പിന്നെ എല്ലാ കുളങ്ങളും നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. പലതും പ്രൈവറ്റ് പാർട്ടീസിൻ്റെതാണ്. ഞങ്ങൾ അവരുമായി അന്വേഷിക്കുമ്പം പ്രൈവറ്റ് പാർട്ടീസിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് പണം ചിലവഴിക്കാൻ കഴിയില്ലല്ലോ. നഗരസഭയുടെ ഫണ്ട് കൊണ്ട് ചിലവഴിക്കാൻ കഴിയില്ല. അവർ സ്വകാര്യ സ്വത്തായി നിർത്തുമ്പം അല്ലെങ്കിൽ പബ്ലിക്സിന് കൂടി ഉപയോഗിക്കാനുള്ള സൗകര്യം കൊടുക്കണം. പബ്ലിക്സിന് കൂടി ഉപയോഗിക്കാൻ കഴിയാവുന്ന കുളങ്ങളൊക്കെ ഞങ്ങൾ നവീകരിക്കുന്നുണ്ട്. അല്ല, അവിടെ വളരെയധികം കുളങ്ങളും ചിറകളും ഉള്ള സ്ഥലമാണ്. അതെ. അവിടെ 2-3 കുളങ്ങൾ വലിയ ചിറകൾ നികത്തുന്നതിനെതിരായ സമരങ്ങളിൽ പങ്കെടുക്കാൻ ശോഭീന്ദ്രനൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഒരിക്കൽ മേധാ പട്കർ വന്നത് ഞാൻ ഓർക്കുന്നു. നഗരച്ചിറ ബഹുമാനപ്പെട്ട മേയറെ ഞങ്ങൾ വിളിച്ചവിടെ കൊണ്ടുപോയി കാണിച്ച് ഒരു പ്രതിജ്ഞയൊക്കെ എടുപ്പിച്ചു വിട്ടതാണ്. കുളങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അത് ചിറയല്ല, വലിയ കുളങ്ങളാണ്. വലിയ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമാണ്. നമ്മുടെ പിന്നെ കനാലിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ സരോവരം പാർക്ക് വന്നതിൻ്റെ തൊട്ട് അതിന് ആ റോഡും കഴിഞ്ഞ് കനാലും കഴിഞ്ഞ് റോഡും കഴിഞ്ഞ് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമാണ്. അത് നികത്താൻ വേണ്ടി അവിടെ കച്ചവടക്കാർ ഭൂമി എടുക്കുമ്പോഴാണ് ശോഭീന്ദ്രൻ മാസ്റ്ററെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ച് ആ സ്ഥലം ഞങ്ങൾ എക്വയറിയാൻ തീരുമാനിച്ചു. എക്വയറിയാനുള്ള നടപടി ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതാണല്ലോ. അത് നടപടി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അത് പിന്നീട് മണ്ണിട്ട് നികത്താതെ മണ്ണിട്ട് നിർത്തിയിട്ടില്ല. അപ്പൊ ആ തണ്ണീർത്തടം നിലനിർത്തിയിട്ടുണ്ട്. നന്ദി. ബാക്കിയുള്ള കുളങ്ങളൊന്നും ഞങ്ങൾ ഒരു കുളവും നികത്താൻ സമ്മതിക്കുന്നില്ല. കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കുളങ്ങളൊക്കെ ഞങ്ങൾ കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നവീകരിക്കുന്നുണ്ട്. അതാണിപ്പോൾ ഏതാണ്ട് നമ്മുടെ കോഴിക്കോട് നഗരത്തിലുള്ള മാനാഞ്ചിറയ്ക്ക് സമാനമായ ഒരു ചിറയാണ് നീലിച്ചിറ. അത്രയും വലുപ്പമുണ്ട് ഏതാണ്ട്. അല്ല, ഈ സ്വകാര്യ വ്യക്തികളുടെ കുളങ്ങൾ അവർ നികത്തുന്നില്ലേ? നികത്താൻ അനുവാദം കൊടുക്കാറില്ല. സന്തോഷം. ഈ വരയ്ക്കൽ അമ്പലത്തിന്റെ അടുത്തുള്ള കുളം വളരെ മലിനമായി കിടക്കുന്നു എന്ന്
അത് ക്ഷേത്ര